ഇവിടെ മുറ്റം നിറയെ മാങ്ങ കിടന്ന് നശിച്ചു പോവുക. അപ്പം ഞാൻ വിചാരിച്ച് മാങ്ങ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇച്ചിരി ജ്യൂസ് കുടിക്കാമല്ലോ, പുറത്തുനിന്ന് മേടിച്ച് കാശ് കളയണ്ട. അതിൽ നിന്ന് കുറച്ച് മാങ്ങ എടുത്ത് ചെത്തി വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി ചെത്തി പൂളി അത് അടപ്പയിലോട്ട് വെച്ചു. നമുക്കതൊന്ന് ഉടയ്ക്കാം. മിക്സിയിലടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് മിക്സിയിലടിക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. ശരിയാവട്ടെ. ജ്യൂസ് അടിച്ച് കുടിച്ച് മടുത്ത് ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കി വെക്കാം. നമുക്ക് കുറേ പഞ്ചസാര ഇടാം. കുറച്ചിട്ടാൽ മതി. പിന്നെ നമുക്ക് അടിക്കുന്ന സമയത്ത് പോരെങ്കിൽ ഇടാം. ഞാനിപ്പോൾ 1.5 കപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കേടാവാത്ത രീതിയിൽ ശരിയാക്കി എടുക്കാം. പൈനാപ്പിൾ ഇങ്ങനെ വെക്കാറുണ്ട്, മാങ്ങ ഇങ്ങനെ വെക്കും. നറുതണ്ടി ഉണ്ടാക്കും പോലെ ഇത് ഉണ്ടാക്കി നമുക്ക് റെഡിയാക്കി വെക്കാം. മാങ്ങ കിട്ടാത്ത സമയത്ത് എടുക്കാം. നമുക്കിതൊരു ഷിപ്ലോക്ക് കവറിനകത്തിട്ട് ഫ്രീസറിൽ വെച്ചിരുന്നാൽ മതി. ആവശ്യമുള്ളപ്പോൾ കുറച്ച് എടുക്കാം. നമുക്ക് ആയിക്കൊണ്ടേ ഇരിക്കുന്നു. കണ്ണ് തെറ്റല്, തീ കൂടല്, എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. കണ്ണൊന്ന് തട്ടിയാൽ മതി, മൊത്തത്തിൽ പോവും. പക്ഷെ ജ്യൂസ് കുടിക്കാം പൊന്നു മുത്തേ, സൂപ്പറാ. ചെറുതീടാം. ദേഹത്ത് വീഴാതെ ഇളക്കണം. ദേഹത്ത് വീണാൽ പഞ്ചസാരപ്പാണി ശർക്കരപ്പാണിയൊക്കെ വീഴുന്നത് പോലെ. ഇത് വിരകി എടുക്കുന്ന ഇത്തിരി പാടാ. എടുത്തു വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജ്യൂസ് അടിച്ച് കുടിക്കാം. മാങ്ങ ഇല്ലാത്ത സമയത്ത് നമുക്കിതെടുത്ത് കുറച്ച് കോരി ജാറിലിടുക. നമുക്കിഷ്ടത്തിന് പാൽ വേണമെങ്കിൽ പാൽ, വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിച്ചടിച്ച് ഐസ് ക്യൂബ് ഇട്ട് നമുക്ക് കുടിക്കാം. പുറത്തുനിന്ന് മേടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് വിഷമിക്കുകയും വേണ്ട. ആയിക്കൊണ്ടേയിരിക്കുന്നു. ഇത് ഇപ്പം എൻ്റെ ഇളയ മോളൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഇത്രയും ടേസ്റ്റ് ഉണ്ടോ ഇതിന് എന്ന് പറഞ്ഞിട്ട് മിറ്റം തൂത്തപ്പം വാരി കളഞ്ഞ മാങ്ങയെല്ലാം എന്തോ തെങ്ങും കുഴി പോയിരുന്ന് പറക്കുന്നു. അത് നമുക്ക് നാളെ ഇങ്ങനെ ഉണ്ടാക്കാമെന്നും പറഞ്ഞ്. അത്ര ടേസ്റ്റാ. മാങ്ങയൊന്നും കളയല്ലേ, ഇങ്ങനെ ഉരുക്കി വിരകി വെക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇത് ഏത്തപ്പഴം ബാക്കി വന്നത് വിരകിയതാണ്. നെയ്യും ശർക്കരയും ഏത്തപ്പഴവും അവിടെ ഉരുക്കിയതാണ്. അലുവയൊക്കെ ദൂരെ പോവും. ഓടിപ്പോയി പറിക്കൊണ്ട് വന്നതാ. ഇനി നാളത്തെ കൊണ്ട് എടുക്കുമ്പോൾ ഇതുപോലെ, ഇത് മുത്തുക്കുടിയനാണ്, മുട്ടിക്കുടിയൻ. നമുക്ക് നാളെ ഓടിപ്പോയി പറിക്കൊണ്ട് വന്നു. ഇത് നമുക്ക് നാളെ ഇതുപോലെ എടുക്കാം. ഈ പരുവായി. ഇനി നമുക്ക് ഇറക്കാം. ആറുമ്പോൾ കുറേ കട്ടിയാവും. ഇച്ചിരിയുടെ കട്ടിയാക്കിയാലും കുഴപ്പമില്ല. ഇരിക്കാൻ പറ്റുന്നില്ല, ചൂട് ഉയർത്ത്. ഇത് ആറിയിട്ട് നമുക്ക് ജ്യൂസ് അടിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആറുമ്പോൾ നല്ല കട്ടിയാവും. ഒന്നുകൂടെ കട്ടിയാക്കി എടുക്കാം. ഇപ്പോൾ തൽക്കാലം ഇത്രയും ചെയ്യുന്നുള്ളൂ.